പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് ടെൻസിലെ നാലാമത്തെ പ്രയോഗമായ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് ഇന്ന് പറയാം. വളരെ നേരം തുടർന്നുകൊണ്ടേയിരുന്ന ഒരു കാര്യം പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം: ഓടിക്കൊണ്ടേയിരുന്നു, ചാടിക്കൊണ്ടേയിരുന്നു, പാടിക്കൊണ്ടേയിരുന്നു, പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന അർത്ഥം വരത്തക്ക പ്രയോഗത്തിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് ഇന്ന് പറയാം. തുടർന്നുകൊണ്ടേയിരുന്ന ഒരു കാര്യം അത് കഴിഞ്ഞിരിക്കുന്നു. അത് പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. പാസ്റ്റ് ടെൻസിലെ 4 വകഭേദങ്ങളിൽ നേരത്തെ പറഞ്ഞ 3 പ്രയോഗങ്ങൾ ഓർമ്മയിലേക്ക് തുടർച്ചയായി വീണ്ടും പറയാം. ശ്രദ്ധിക്കുക, കഴിഞ്ഞ ആഡിയോ കേട്ടിട്ടില്ലാത്തവർക്ക് തുടർച്ച കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. 1. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ, അതായത് സാമാന്യ ഭൂതകാലത്തിൽ നടന്നു കഴിഞ്ഞ ഒരു സാമാന്യ സംഭവം അത് വിവരിക്കാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഈ ടെൻസിൽ കർത്താവ് ഏകവചനമെങ്കിലും ബഹുവചനമെങ്കിലും ഐ സബ്ജക്റ്റായി വന്നാലും ക്രിയയുടെ, അതായത് വെർബിൻ്റെ പാസ്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം: ദ മാരിയേജ് ഡിസൈഡഡ്, കല്യാണം നിശ്ചയിച്ചു. ഡിസൈഡ് എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസാണ് ഡിസൈഡഡ്. അത് ഉപയോഗിച്ചപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസായി, വാചകം പൂർത്തിയായി, കല്യാണം നിശ്ചയിച്ചു. 2. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ കഴിഞ്ഞുപോയ, തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യം പറയാൻ, അതിനുവേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. കർത്താവ് ഏകവചനമെങ്കിൽ വാസ് എന്നും ബഹുവചനമെങ്കിൽ വേർ എന്നും ചേർത്ത് വെർബിൻ്റെ കൂടെ ING കൂടി ചേർത്താൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസായി. ഐ സബ്ജക്റ്റായി വന്നാലും വാസ് തന്നെ ചേർക്കാം. ഉദാഹരണം: ദ ടീച്ചർ വാസ് ടീച്ചിങ്, ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദ സ്റ്റുഡൻസ് വെയർ ഹിയറിങ്, കുട്ടികൾ കേട്ടുകൊണ്ടിരുന്നു. ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ, ഞാൻ പത്രം വായിച്ചുകൊണ്ടിരുന്നു. 3. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് പൂർണ്ണതയിലെത്തിയ ഒരു ഭൂതകാല സംഭവം അത് പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം: ഒരു സംഭവം അത് നടന്നിട്ട് നാളുകളായി, അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു, സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ കർത്താവ് ഏകവചനമെങ്കിലും ബഹുവചനമെങ്കിലും ഐ സബ്ജക്റ്റായി വന്നാലും സബ്ജക്റ്റിന് ശേഷം ഹാഡ് എന്ന് ചേർത്ത് ക്രിയയുടെ പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചാൽ നടന്നിട്ടുണ്ടായിരുന്നു, സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ അർത്ഥം വരുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് രൂപപ്പെടുന്നു. ഉദാഹരണം: ഷീ ഹാഡ് എവോക്കൻ ഇയർലി മോർണിംഗ്, അവൾ നേരത്തെ ഉണർന്നിട്ടുണ്ടായിരുന്നു.
ദേ ഹാഡ് എവോക്കൻ ഇയർലി മോർണിംഗ്. അവർ നേരത്തെ ഉണർന്നിട്ടുണ്ടായിരുന്നു. 4. ഇനി പറയാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. വളരെ നേരം തുടർന്നുകൊണ്ടേയിരുന്ന ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ കർത്താവ് ഏകവചനമെങ്കിലും ബഹുവചനമെങ്കിലും ഐ സബ്ജക്റ്റായി വന്നാലും കർത്താവിന് ശേഷം ഹാഡ് ബീൻ എന്ന് ചേർത്ത് ക്രിയയോടുകൂടെ ING കൂടി ചേർത്താൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസായി. ഉദാഹരണം: ദ ഡോഗ് ഹാഡ് ബീൻ ബാർക്കിംഗ്. നായ കുരച്ചുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ ഹിയറിംഗ്. ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. ദ നെയ്ബേഴ്സ് ഹാഡ് ബീൻ ഹിയറിംഗ്. അയൽവാസികൾ കേട്ടുകൊണ്ടേയിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് അറിയാനുള്ളതെല്ലാം കഴിഞ്ഞു. ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാകരണവും കുറച്ച് ക്രിയകളും സ്വായത്തമാക്കിയാൽ നാം എവിടെയാണോ ആ സന്ദർഭത്തിനനുസരിച്ച് ഭാഷാപ്രയോഗം സംസാരിച്ചു തുടങ്ങും. അതുകൊണ്ട് പ്രസൻറ്റ് ടെൻസിലെയും പാസ്റ്റ് ടെൻസിലെയും ഫ്യൂച്ചർ ടെൻസിലെയും ഒരു പ്രയോഗവും വിട്ടുകളയാനില്ല. അങ്ങനെ സംഭവിച്ചാൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു പാലത്തിൻ്റെ ഒരു വശത്ത് എത്തിയ പോലെയാകും. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ ടെൻസിൻ്റെ 4 പ്രയോഗങ്ങളെക്കുറിച്ച്.